ഇന്നത്തെ റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം പാൻ വയ്ക്കുക, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കൊരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ 3-4 അല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കുക. കൂടാതെ ഒരു സവാള, മീഡിയം സൈസിലുള്ള സവാള കൊത്തിയരിഞ്ഞും കൂടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്തേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉരുളൻകിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളൻകിഴങ്ങുമാണ് എടുത്തിരിക്കുന്നത്. ക്യാരറ്റ് കുറച്ച് അളവിലും ഉരുളൻകിഴങ്ങ് കൂടിയ അളവിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ശേഷം അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ക്യാരറ്റും ആ ഒരു ഉള്ളിയും അതുപോലെ തന്നെ പൊട്ടറ്റോ ഒക്കെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. വെന്ത് ഉടഞ്ഞു പോകേണ്ട ഒരു 3/4 ഭാഗം വെന്ത് കിട്ടിയാൽ മതി. ഏകദേശം ഇത് എല്ലാം ഒന്ന് വെന്ത് വരുന്ന സമയത്തേക്ക് അതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലകളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ മാത്രം മിക്സ് ചെയ്തെടുത്താൽ മതി. ലാസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മല്ലിയിലയാണ് കേട്ടോ. അപ്പോൾ ഈ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ കാണും. അങ്ങനെയുള്ളവരാണെങ്കിൽ നമ്മൾ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാവുന്നതാണ്. അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയും അതുപോലെ തന്നെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചപ്പാത്തി മാവാണ് കേട്ടോ. വേറെ ഒന്നുമില്ല, സാധാ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ നമ്മൾ മാവ് കുഴച്ച് വയ്ക്കുക. അതിലേക്ക് അത്യാവശ്യം ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു ഉരുള എടുത്ത് ബോളാക്കി ഉരുട്ടിയെടുക്കുക. പിന്നെ നടുക്ക് ഇതേപോലെ കുഴി ഉണ്ടാക്കിയിട്ട് നമ്മുടെ മസാല ഓരോ സ്പൂണായിട്ട് ഇങ്ങനെ എടുത്ത് ആ ഒരു കുഴിയിൽ വെച്ച് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് നിറച്ച് കൊടുക്കുക. ആ സൈഡുകളെല്ലാം ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു ടാസ്ക് മാത്രമാണ് ഇച്ചിരി സമയം എടുക്കുന്നത്. അതല്ലാതെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾക്കൊന്നും ഇതൊന്നും വലിയ സമയമൊന്നുമല്ല. അപ്പോൾ ഇതേപോലെ എല്ലാ സൈഡും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം ഇതേ പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മളിൽ കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഗോതമ്പ് ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് വെച്ച് തന്നെ നമ്മൾ ഈ ഒരു ബോളൊന്ന് പരത്തി കൊടുക്കുക. ഒരുപാടൊന്നും പരത്തണ്ട, ജസ്റ്റ് നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് എടുക്കുക. നമ്മൾ കൈപ്പത്തിയുടെ ആ ഒരു വലുപ്പത്തിൽ വേണം ഒന്ന് പരത്തിയെടുക്കാനായിട്ട്. എല്ലാ സ്ഥലത്തും ഒരേ തിക്നെസ്സിലായിരിക്കണം കിട്ടുന്നത്. ഒരു സൈഡും കട്ട് കൂടി ഒരു സൈഡ് കട്ടി കുറഞ്ഞ് നമുക്ക് കിട്ടരുത്. ഇനി അതിനുശേഷം ഒരു നോൺ സ്റ്റിക്ക് പാൻ വയ്ക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. കാരണം അധികം ഓയിലൊന്നും യൂസ് ചെയ്യാതെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. എണ്ണയെല്ലാം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഓരോരോ ഈ ഒരു ചപ്പാത്തി മാവ് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കരുത്, കാരണം ഉള്ളു ഒന്നും വെന്ത് വരില്ല. കാരണം അത്യാവശ്യം നല്ല കട്ടിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ നമ്മളൊന്ന് വേവിച്ചെടുക്കുക. തിരിച്ചു മറിച്ചിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ വേവിച്ചെടുക്കുക. ലേശം കുറച്ച് ഭംഗിക്ക് വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മല്ലിയില മുകളിലൊക്കെ തൂകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്നോ അതല്ലെങ്കിൽ ഡിന്നറെന്നോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കെന്നോ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.